നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസംബർ 23 മുതൽ 29 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും. ആനുകാലിക പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടതായിട്ട് വരും. മേലധികാരികളുടെ സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റത്തിന് നിങ്ങൾക്ക് വഴിയൊരുക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. ഭരണി ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും. വാഹനഭാഗ്യം കാണുന്നു. കാർത്തിക മേലധികാരികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടിവരും. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തും. രോഹിണി യാത്രാവേളയിൽ പണവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടുവാൻ ഇടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ആശ്രയിച്ചു വരുന്ന ബന്ധുവിന് സാമ്പത്തിക സഹായം നൽകുവാൻ ഇടവരും. ചർച്ചകളിൽ വിജയിക്കും. വാഹനഭാഗ്യം കാണുന്നു. മകീരം ദേഹാസ്വാസ്ഥ്യത്താൽ അവധിയെടുക്കുവാൻ ഇടവരും. മാതാപിതാക്കളുടെ ആവശ്യമറിഞ്ഞു പ്രവർത്തിക്കുന്ന സന്താനങ്ങളുടെ സമീപനത്താൽ ആശ്വാസം തോന്നും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം ഉണ്ടാവും. തിരുവാതിര ഉപരിപഠനത്തിന് വിദേശത്ത് പ്രവേശനം ലഭിക്കും. വരവും ചെലവും തുല്യമായിരിക്കും. ബന്ധുവിൻ്റെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കുവാൻ ഇടവരും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യം ഗുണകരമായിരിക്കും. പുണർദം വസ്തു വാഹന ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം കുറയും. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ജോലി ചെയ്യുവാൻ അവസരമുണ്ടാവും. ഭൂമി വിൽപ്പന സാധ്യമാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം വർദ്ധിക്കും. പൂയം വാഹന ഉപയോഗത്തിൽ വളരെയധികം സൂക്ഷിക്കണം. ബന്ധുജനങ്ങളുടെ സഹായമുണ്ടാകും. ജീവിത പങ്കാളിയുടെ വാക്കുകൾ സത്ചിന്തകൾക്ക് വഴിയൊരുക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ആയില്യം വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ തീരുമാനിക്കും. സർവർക്കും സ്വീകാര്യമായ സമീപനം സൽകീർത്തിക്ക് വഴിയൊരുക്കും. വാഹനയോഗം കാണുന്നു. മകം ആഗ്രഹ നിർവൃതിക്ക് അശാന്ത പരിശ്രമം വേണ്ടിവരും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കുക. വ്യാപാര വ്യവസായ മേഖലകളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ എന്നാൽ ശ്രദ്ധ വേണം. പൂരം ആഗ്രഹ നിർവൃതിക്ക് വേണ്ടി അശാന്തമായ പരിശ്രമവും വേണ്ടിവരും. പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടം നിങ്ങളെക്കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ആത്മപ്രശംസ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. എന്നാൽ ആരോഗ്യം ഗുണകരമായിരിക്കും. ഉത്രം പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവിത ഔഷധങ്ങൾ സ്വീകരിക്കും. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കും. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായി കച്ചവടം ചെയ്യാൻ തീരുമാനിക്കും. അത്തം ഭാഗത്തിൽ ലഭിച്ച പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും. ആരാധനാലയങ്ങളിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഇടവരും. സത്ചിന്തകൾ വർദ്ധിക്കും. വാഹനഭാഗ്യം കാണുന്നു. ചിത്തിര ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലത് വിട്ടുപോകും. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന കാലമാണ്. ചോതി മാതാവിന് അഭിവൃദ്ധി ഉണ്ടാവും. ഔദ്യോഗികമായ ചർച്ചകളും ദൂരയാത്രകളും വേണ്ടിവരും. സാമ്പത്തിക വിഭാഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാൽ നീക്കിയിരിപ്പ് ഉണ്ടാവും. പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും. വിശാഖം തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് ചർച്ചകൾ പൂർത്തീകരിക്കും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നു ചേരും. വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ആരോഗ്യവും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. അനിഴം
അഭിപ്രായ സമന്വയ ചർച്ചകളിൽ സർവർക്കും സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കും. സഹപാഠികളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും. എന്നാൽ മുൻകോപം നിയന്ത്രിക്കണം. അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നതായിരിക്കും. തൃക്കേട്ട. പാരമ്പര്യ പ്രവർത്തികളിൽ താൽപ്പര്യമുള്ള സന്താനങ്ങളുടെ സമീപനത്താൽ ആശ്വാസം തോന്നും. പിൻഗാമികൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാൻ തയ്യാറാകും. നിങ്ങളുടെ ആരോഗ്യം ഗുണകരമായിരിക്കും. മൂലം. ശുഭസൂചകങ്ങളായ പ്രവൃത്തികളിൽ പങ്കുചേരും. മുൻകോപം നിയന്ത്രിക്കണം. വരവും ചിലവും തുല്യമായിരിക്കും. വാഹനയോഗം കാണുന്നു. പൂരാടം. ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവം പിന്മാറണം. പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുവാൻ ഇടവരും. ആരോഗ്യം ഗുണകരമായിരിക്കും. ഉത്രാടം. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആരോഗ്യം സൂക്ഷിക്കുക. തിരുവോണം. കൃത്യനിർവഹണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാകും. മാതാപിതാക്കളെ അന്യദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അവിട്ടം. ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാൻ അനുമതി തേടും. മംഗളകർമ്മങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കും. ആഗ്രഹ സാഫല്യത്താൽ നീർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും. ചതയം. മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പരീക്ഷ, ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ പ്രതീക്ഷിച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയും അവയിൽ വിജയിക്കുകയും ചെയ്യും. ധനപരമായി വളരെയധികം ഗുണകരമായ ആഴ്ചയായിരിക്കും ഇത്. പൂരുരുട്ടാതി. ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. സാമ്പത്തികപരമായി വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്യും നിങ്ങൾ. ആരോഗ്യം ഗുണകരമായിരിക്കും. ഉത്രട്ടാതി. ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ നിന്ന് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായം തേടും. ആരോഗ്യം ഗുണകരമായിരിക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും എത്തും. രേവതി. ഉദര പ്രമേഹ രോഗപീഠകൾ വർദ്ധിക്കും. പാരമ്പര്യ പ്രവർത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വാഹനയോഗം കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.